കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതെ പാഴാക്കുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്ര ബജറ്റിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാതെ പാഴാക്കുന്ന സംസ്ഥാന സർക്കാർ ബജറ്റിനെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നതായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 11ാമത് ബജറ്റ് ഇന്ത്യയെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറ്റി ലോകത്തിലെ 4ാം നമ്പർ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയതിന്റെ പ്രതിഫലനമാണ്. ദീർഘകാല സാമ്പത്തിക തന്ത്രങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന രാജ്യവികസനമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കഴിഞ്ഞ 10-11 ബജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും ആ പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, PM ആയുഷ്മാൻ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഇടത് സർക്കാരിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്നാണ്. 2017 എയിംസിനായി തമിഴ്നാട്ടിലെ മധുരയെയും കേരളത്തെയും തിരഞ്ഞെടുത്തപ്പോൾ അന്നു മുതൽ ഇന്നുവരെ ഭൂമി ഏറ്റെടുക്കാത്ത സർക്കാരാണ് ഇവിടെയുള്ളത്. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് PM ആയുഷ്മാൻ പദ്ധതി കേന്ദ്രം നൽകിയപ്പോൾ ഇവിടെ ഇതുവരെ ആർക്കും ലഭിക്കാത്ത സ്ഥിതിയാണ്. PM ആവാസ് യോജന പദ്ധതിക്ക് ആവശ്യമായ പണം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. ജൽ ജീവൻ മിഷന് വേണ്ടി 6000 കോടി നൽകിയിട്ടും 32 ലക്ഷം വീടുകളിൽ ജൽ ജീവൻ മിഷൻ എത്തിയില്ല. നൽകിയ പദ്ധതികൾ നടപ്പിലാക്കാതെ വീണ്ടും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികൾ 5, 8, 9 കൊല്ലം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിന്റെ വികസനത്തിന് വേണ്ടി പുതിയ പദ്ധതി വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. NDA സർക്കാർ വന്നാൽ നമ്മൾ കണ്ട 10 കൊല്ലത്തെ അനാസ്ഥയും കഴിവില്ലായ്മയും മാറ്റി വികസനത്തിന്റെ ഒരു പുതിയ അധ്യായം തുടങ്ങാനാകും. NDA സർക്കാർ വന്നാൽ വികസനം എന്ന പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് നടപ്പിലാക്കുമെന്ന് ഉറപ്പാണ്. ബജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി ധാരാളം അവസരങ്ങളുണ്ട്. ടൂറിസം, ഉൽപാദന, ഇലക്ട്രോണിക് ഘടക നിർമ്മാണം, AI, കാർഷിക മേഖലയിലും യുവാക്കൾക്ക് അവസരങ്ങളുണ്ട്. അത് നടപ്പിലാക്കാനും യാഥാർത്ഥ്യമാക്കാനും സംസ്ഥാന സർക്കാരിന് കഴിവ് വേണം. കേരളത്തിൽ വികസനം നടക്കുന്നില്ലെന്നത് ചർച്ചയാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എയിംസിനെ കുറിച്ചുള്ള കൃത്യമായ നിലപാടുണ്ട്. കോഴിക്കോട് ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായിട്ടില്ല. പകുതിയിൽ കൂടുതൽ ഭൂമി ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. റാപ്പിഡ് റെയിൽവേ, ഹൈവേ, എയിംസ്, PM ആയുഷ്മാൻ, PM ആവാസ് എന്നിവയിലെല്ലാം സംസ്ഥാന സർക്കാരിന് ചെലവ് ചെയ്യാൻ കഴിയണം. അതിന് സർക്കാരിന് പണം ഉണ്ടാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.